ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഹെൽത്തി വെയ്റ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റാഗി ദോശ. റാഗി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഗ്രെയിനാണ്. ഇതിൽ ധാരാളം അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റാണ്. ബോൺ ഡെൻസിറ്റിക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇതിലേക്ക് വേണ്ടുന്ന ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് റാഗി പൗഡർ ചേർത്തു, ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്തു, അരക്കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിയില കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. റാഗി എന്ന് പറയുന്ന മലയാളത്തിൽ മുത്താറി, അതുപോലെ ഹിന്ദിയിൽ നാച്ചിനി എന്നൊക്കെ പറയും. ഇത് അനീമിയ ട്രീറ്റ് ചെയ്യാനും വളരെ ഉപകാരപ്രദമായ ഒരു ഗ്രെയിനാണ്, ധാന്യമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 4 കപ്പ് വെള്ളമാണ് ആവശ്യമായി വരുന്നത്. ആദ്യം കുറച്ചായിട്ട്, ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് മാവ് ഇളക്കിയെടുക്കാം. ഇതിൽ 4 കപ്പ് വെള്ളത്തിൽ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. 4 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർക്കണമെന്നില്ല. ഈ ദോശക്കൊരു പ്രത്യേക രുചി കിട്ടാനാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വളരെ അത്ര തിന്നായിട്ടുള്ളൊരു തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ച് നന്നായി ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ്. നമ്മൾ റവ ദോശയൊക്കെ തയ്യാറാക്കുന്നത് പോലെയുള്ള ഒരു ദോശയാണ് റാഗി പൗഡർ കൊണ്ടുള്ള ദോശ. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ 2-3 ഉണക്കമുളക് ചതച്ചെടുത്താലും മതിയാവും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നാമത് നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനാണ് ഇങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മിക്സ്ചറിലും മറ്റും കാണുന്ന കടലയാണിത്. ഇത് ഏകദേശം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നിലക്കടല കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സിയിൽ ചട്നിയാക്കി മാറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇത്രത്തോളം ഏകദേശം 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുന്ന തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ തടവി കൊടുക്കണമെന്നില്ലെങ്കിൽ കൊടുക്കണ്ട, ഓയിൽ ഒഴിവാക്കാം. ഓയിലില്ലാതെ തന്നെ ഈ ദോശ ചുട്ട് എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി, ഈ സാധനങ്ങളൊക്കെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ സാധനങ്ങളൊക്കെ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള, പ്രത്യേകിച്ച് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. വളരെ ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നേരിയതുമായിട്ടുള്ള ഒരു
ദോശയാണിത്. ഇതേപോലെ തന്നെ റാഗിക്ക് പകരം നമുക്ക് റവ ഉപയോഗിച്ചും റവാ ദോശ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വേറെയൊരു വീഡിയോയിൽ റവാ ദോശയുടെ റെസിപ്പി കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ റാഗി പൗഡർ കൊണ്ടുള്ള ദോശ ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. റാഗി പൗഡർ കയ്യിലില്ലെങ്കിൽ റാഗി മുത്താറി എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് ചട്നി വേണമെങ്കിലും തയ്യാറാക്കി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ദോശ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.